ഹലോ ഗൈസ്, വീണ്ടും 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 നമ്മൾ തായ്ലാൻഡിനെ കുറിച്ച് തന്നെ സംസാരിക്കും. എന്തുകൊണ്ടായിരിക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കൺട്രിയായി തായ്ലാൻഡ് മാറിയത്? എന്തുകൊണ്ടായിരിക്കാം യൂറോപ്യൻസും അമേരിക്കൻസൊക്കെ വന്ന് ഇവിടെ മാസങ്ങളോളം വർഷങ്ങളോളം ഈവൻ റിട്ടയർമെൻറ്റ് ലൈഫ് കഴിഞ്ഞ് ആജീവനാന്തം തായ്ലൻഡിൽ തന്നെ കഴിയാൻ ആഗ്രഹിക്കുന്നത്? ഒന്നല്ല ഗൈസ്, 1000 കാരണങ്ങൾ കാണിച്ചു തരാം. I know you guys might be thinking about weird and ladies, but not really. അതൊരു ചെറിയ പാർട്ട് മാത്രം. I think that part is mainly for milking Indians and Arabs, or Indians and Arabs utilize it more, either way. But ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തായ്ലൻഡിലെ പ്രൊവിൻഷ്യൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറിച്ചാണ്. അതായത് കേരളത്തിലെ KCB പോലെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറിച്ച്, അവർ നടത്തുന്ന ഒരു ലൈറ്റ് ഇവൻറ്റിനെ കുറിച്ച്, നസാട്ട ലൈറ്റ് ഫെസ്റ്റിവൽ, രാജ്പുരി പ്രൊവിൻസിൽ നടക്കുന്ന നസാട്ട ലൈറ്റ് ഇവൻറ്റ്സിനെ കുറിച്ച്. ഗൈസ്, നിങ്ങൾ 27 ഏപ്രിൽ 2025 മുൻപേ തായ്ലാൻഡ് വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ലൈറ്റ് ഫെസ്റ്റിവലിന് പോകാൻ ശ്രമിക്കണം. കാരണം ബാങ്കോക്കിൽ നിന്ന് ജസ്റ്റ് 1 to 1.5 hour മാത്രമേ ട്രാവലുള്ളൂ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 80 കിലോമീറ്റർ. രാജ്പുരി പ്രൊവിൻസിലാണ് ഇത് വരുന്നത്, പോത്തുറാം സിറ്റിയിൽ. ഇത് നസാട്ട ലൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ, നസാട്ട എന്ന് പറയുന്നത് ഒരു പാർക്കാണ്. ആ പാർക്കിൻ്റെ പേരാണ്. ആ പാർക്കിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഓൾമോസ്റ്റ് 17 ഏക്കറുണ്ട് ഈ പാർക്ക്. ഞാൻ വൈകിട്ട് ഒരു 6 മണിക്കൊക്കെയാണ് ഇവിടെ എത്തിയത്. രാത്രി 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കിത് ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു 4 മണിക്കെങ്കിലും ഇവിടെ എത്താൻ ശ്രമിക്കണം. ഫുൾ ചാർജുള്ള ഫോണായിട്ടാണ് ഈ പരിപാടിക്ക് ഞാൻ പോയത്. തിരിച്ച് ഞാൻ കാറിൽ കയറുമ്പോൾ 3% ചാർജ് എൻ്റെ ഫോണിലുള്ളൂ. ഫോട്ടോ എടുത്ത് നമ്മൾ മരിക്കും. ഓരോ മുക്കും മൂലയും ഒക്കെ ഫോട്ടോജനിക്കാണ്. പിന്നെ ഓരോ സ്പോട്ടിലും ഓരോ ഗ്രൂപ്പിന് ഇവർ 2 മിനിറ്റ് ആ ഫോട്ടോ എടുക്കാൻ ഉള്ള ടൈമായിട്ട് അവിടെ എഴുതി വെച്ചേക്കുന്നത്. തിരക്കുള്ള സമയമാണെങ്കിൽ നമ്മളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ നാടിൻ്റെ പേര് നമ്മൾ വേണ്ടേ സൂക്ഷിക്കാൻ. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് തായ് ഡ്രസ്സൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. തായ് ഡ്രസ്സിൽ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യേണ്ടത് ഭയങ്കര ഒരു വെറൈറ്റി ആയിരിക്കും. നമുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഒരാൾക്ക് 400 ബാട്ടാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇവിടെ ഒരു ചെറിയ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് തായ് ഫുഡ് കുക്കിങ്ങും അതേപോലെ ഗോൾഡൻ ലീഫ് ഗിൽഡിങ്ങും, അതായത് ഈ സ്വർണം പൂശൽ, ഈ ഫോട്ടോ ഫ്രെയിമിലൊക്കെ സ്വർണം പൂശി ഇലകൾ വെച്ച് പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കുന്ന ഒരു പരിപാടി. ഇതിൻ്റെയൊക്കെ വർക്ക്ഷോപ്പും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വർക്ക്ഷോപ്പിലൊക്കെ നമുക്ക് പങ്കെടുക്കണമെങ്കിൽ നമ്മളിത് പ്രീ ബുക്ക് ചെയ്യണം. കാരണം ഈ വർക്ക്ഷോപ്പുകൾക്കൊക്കെ ഒരു ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൂടാതെ ഇത് ഡേ ടൈമിൽ മാത്രമേ ഈ വർക്ക്ഷോപ്പുകളുള്ളൂ. അതും അതിൻ്റെ കൂടെ ഇവരിവിടെ ഒരു ചെറിയ മ്യൂസിയവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൽ ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പഴയ തായ് കൾച്ചറിൽ നിന്ന് പുതിയ തായ് കൾച്ചറിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് കാണിക്കുന്നത്. അതായത് ഒരു 1990 ടൈമിലൊക്കെ ഉള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ പേഴ്സണാലിറ്റികളൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഈ മ്യൂസിയത്തിൽ കാണിച്ചേക്കുന്നത്. എൻട്രൻസ് ഫീസ് ഞാൻ 300 ബാട്ടിനാണ് കയറിയത്. പക്ഷേ നമ്മൾ ഈ വൈകിട്ട് കയറുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റിൻ്റെ ഇഷ്യൂസ് നല്ല പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് കണ്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിഗണന കൊടുക്കുന്നതെങ്കിൽ ഒരു 50 ബാട്ട് കൂടി എക്സ്ട്രാ ആയിട്ട് ഒരു 2 മണിക്കൂർ കൂടി മുന്നേ വന്നാൽ നമുക്ക് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും നമുക്കിവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ 2025 ഏപ്രിൽ 27 മുൻപ് തായ്ലൻഡ് വിസിറ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ പ്ലീസ് ടേക്ക് ഇറ്റ് ലൈക്ക് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. നല്ലൊരു ഇവൻ്റാണ്. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് വിഷ്വൽ ട്രീറ്റ് ഫോർ യു. അപ്പോൾ നിങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ തായ്ലൻഡ് വന്ന് കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, ട്രാവൽ ചെയ്യുക, തായ്ലൻഡ് വിസിറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമുക്കറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരാം. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. അപ്പോൾ എല്ലാവരും
please try to subscribe and follow, like, comment, everything as you do for all the prominent YouTubers. Thank you all.